അർഹമുറാഹിമേ കാട്ടിത്താറിവിൻ പൂന്താരം. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ മുത്തുമണികളെ വിശേഷമൊക്കെ? സുഖമല്ലെങ്ങൾക്കൊക്കെ? അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കണം. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒത്തിരി തിരക്കിലൊക്കെ ആയിട്ടാണ്, ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ്. അതാണ് തോന്നിയ പോലെ വീഡിയോസ് വരുന്നത് കേട്ടോ. ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി റിഷാമോ. ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നും പറയണ പോലെ ലൈക്കുമ്പോൾ തൊടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യേണ്ടി, ഷെയർ ചെയ്യേണ്ടി കേട്ടോ. പിന്നെന്താ, ഇന്നിപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. അപ്പം മക്കളൊക്കെ ഉണ്ട്, അപ്പം ഒത്തിരി തിരക്കിലാണ്. ഇന്ന് എന്തായാലും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ. അപ്പം നമുക്ക് പെരുന്നാളിന് കിട്ടിയ പോത്തിറച്ചി പൊന്നാര മക്കളെ ആ ഫീസറിൽ കിടന്ന് കട്ടൊടിച്ചാന്നല്ലാതെ വെക്കാൻ പേടിയാണ്. ഒന്നാമത് കാക്കു ഇങ്ങനെ മണത്തറിഞ്ഞ് നടന്നിട്ടേ വെക്കലില്ല കേട്ടോ. കുട്ടികളായാലും വലിയവരായാലും നിങ്ങൾക്ക് അറിയണാണല്ലേ, നമ്മൾ പെരിയിൽ ഇതൊക്കെ ഉണ്ടാക്കിയാൽ നല്ല മണം ചൂരൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ മഞ്ഞപ്പിത്തം പിടിച്ചോല് 1.5 മാസം തിന്നാതെ കുത്തിറന്നാൽ പറയും വേണ്ടാലേ. അപ്പോൾ കാക്കൂനെ പേടിച്ചിട്ട് തന്നെയാണ് വെക്കാത്തത് കേട്ടോ. എന്നാലും ആ കട്ടുപിടിച്ച് അങ്ങനെ കിടക്കണുണ്ടപ്പോഴേ മനസ്സിക്ക് ഒരു പൊറുതിയാട്. കുട്ടികളില്ല ദിവസമല്ലേ. അപ്പോൾ ഇത്തിരി തേങ്ങാച്ചോറും അതേപോലെ ഇറച്ചി പറ്റിയോണ്ട് വെക്കാം. എന്നിട്ട് പിന്നെ ഉമ്മാനൊന്ന് കുളിപ്പിച്ച് കാണ്ട് നമുക്ക് ഫിസിയോതെറാപ്പിക്കും പോവാമെന്ന് കരുതിക്കാണ്ടേ. എന്താ ഇപ്പോൾ 3-4 ദിവസമായി പോക്ക് തുടങ്ങിയിട്ട് കേട്ടോ. മാറ്റം ഉണ്ടോ ചോദിച്ചാൽ ആയി തുടങ്ങണുള്ളൂ. ഏതായാലും പോയി നോക്കട്ടെ. എന്നിട്ട് അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എന്തായാലും മാറ്റം കാര്യങ്ങളും ഉണ്ടെങ്കിലല്ലേ ഇപ്പം നമുക്ക് പറയേണ്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ അപ്ലോഡ് ചെയ്യണ്ട് കേട്ടോ. അപ്പോൾ ലേശം ഇറച്ചി വെക്കുന്നുണ്ട്. കാക്കു അവിടെ മണത്തറിഞ്ഞുകാണ്ട് പാത്തു അതിൻ്റെ വെള്ളം കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂട്ടാൻ പറ്റൂല, നാളെ മറ്റന്നാളെ ടെസ്റ്റ് ചെയ്തിട്ടെ എന്നിട്ട് ഡോക്ടറെ കാട്ടട്ടെ എന്നിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞിക്കാണ്. അപ്പം എന്താണെന്നോ പൊന്നാര മക്കളെ. അപ്പം മഞ്ഞപ്പിത്തം ഇത്തിരി കൂടിയെന്ന് പറഞ്ഞില്ലേ, ഞാനൊരു 100 കൂടിയിരുന്നു കേട്ടോ. അന്ന് ഞാൻ ബേജാറായിരുന്നു. അപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിക്കണില്ലേ, പൊന്നാര താത്ത കാക്കു പെരുന്നാക്ക് കട്ട് തിന്നുക്കും ഇറച്ചിന്ന്. നേരെ എന്നെ 1-2 കണ്ണം തിന്നുകണോ സംശയമുണ്ട് കേട്ടോ. ഞാൻ വെള്ളം കൂട്ടുള്ളൂ പാത്തു പറഞ്ഞു കണ്ടേ 2 കണ്ണം തിന്നോ ഒരു സംശയമുണ്ട്. മൂത്തുക്കോക്കി ചിരിച്ചണുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ മഞ്ഞപ്പിത്തം കൂടിയ കേട്ടോ. അതെന്താ വലിയൊരു കണ്ടം അതിൽ കണ്ടിട്ടേ ഇത് ചിരിച്ചു കേട്ടോ. എത്താമ്മ ആ കണ്ടം അങ്ങനെ ഇട്ടിക്കണ് വെച്ച് കണ്ടേ. അപ്പോൾ അത് എന്താണെന്നോ ഇറച്ചി എല്ലാണ് കേട്ടോ. എല്ലുമൊരു കണ്ടമാനം ഇറച്ചിയുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ബന്ധു കഴിഞ്ഞാൽ കടിച്ച് വലിച്ച് തിന്നാലോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം പൂളിട്ട് കാണ്ട് അങ്ങോട്ട് സൂപ്പറാക്കി വെക്കാല്ലേ. അപ്പോൾ കജ്ജോണ്ട് തന്നെ നല്ലോണമാണ് ഇളക്കിയാണ്. കജ്ജൊക്കെ കേകിക്കാണ്ട് തന്നെയാണ് ഇളക്കി തൂക്കി വെക്കണത് കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ കേകിക്കാണ്ട് വൃത്തിയാക്കിക്കണ്. അതിൻ്റെ അടിയിൽ കറണ്ട് പോയിക്കണ്. പിന്നെ അതിൻ്റെ അടിയിൽ ക്യാമറ ഓഫ് ആയിക്കണ്. അപ്പോൾ അതൊക്കെ വൃത്തിയിലും വെടുപ്പിലൊക്കെ തന്നെയാണ് വെക്കണത്. കാണുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് ഇത്തിരി കൂടുമ്പോഴേ ആ ലെങ്ത്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് തോന്നും കേട്ടോ. ഇനിയത്താ ലേസം റേഷൻ പീടിയത്തെ അരിയുണ്ട്, അതുകൊണ്ടാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുട്ടികളെ പൂതിയല്ലേ. ഇപ്പം തേങ്ങക്ക് വല്ലാതെ പഞ്ചൊന്നുമില്ല കേട്ടോ. അന്നൊക്കെ അല്ലേ ഒരു തേങ്ങ കിട്ടാനും വേണ്ടി ഞാൻ പരക്കം പോയേന്. കുട്ടികൾക്ക് എന്തേക്കും നമുക്ക് പുട്ടുക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. അപ്പോൾ തേങ്ങക്കൊക്കെ തൊടു കൂടെയൊക്കെ നടക്കലുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു തെങ്ങില്ലോണ്ടേ കുറേ ദിവസമായി കാക്കുവിനോട് അതൊന്ന് തടം തുറഞ്ഞ് ബൗസാക്കി തരുന്ന കൊല നിറച്ചും ഉണ്ടാവും തേങ്ങ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒന്നാമത് ഇപ്പോൾ കാക്കുവിന് വെജായിട്ടേ. അപ്പം നീ അതൊക്കെ മാറട്ടെ. എന്നിട്ട് നമുക്ക് തടം തുറന്ന് കാണ്ട് 4 ഓളോബിക്സൊക്കെ വെച്ച് കാണും നല്ല ചൊറുക്കാക്കണം. മുന്നത്തെ ആ ഒരു തിണ്ടന്നെ ശരിയാക്കിയിട്ടില്ല കേട്ടോ. മതിൽ നമ്മളെ പൊന്നുമ്മയും മിന്നുമ്മയും ആ റോട്ടിക്ക് ഇങ്ങനെ നോക്കും. അവിടേക്ക് പോകുമോയെന്നൊരു പേടി. നമ്മളെപ്പോഴും ഇവിടെ ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഞാൻ പുറത്ത് പോകണമല്ലേ. ഇഞ്ച ആവശ്യത്തിന് ഞാൻ തന്നെ മണ്ടി എടുക്കണ്ടേ പൊന്നാര മക്കളെ. ഇപ്പോൾ കാക്കൂനും തന്നെ വലിച്ചേറ്റി കൊണ്ടാൻ വെച്ച. എന്നാലും ഞാൻ കാക്കൂൻ്റെ മൂട്ടിൽ കയറും കേട്ടോ. അല്ലാതെ എന്താ ഇപ്പോൾ കാട്ടണത്. ഈ മഴയൊക്കെ ആകുമ്പോൾ ബസ്സിലാവുമ്പോഴേ കുറേ നേരം പോകും. പിന്നെ ഞാൻ നേരത്തിനും കാലത്തിനും ഇങ്ങോട്ട് ബസ്സില്ല നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആര് ഇവിടെ വെച്ചുകാണ്ടാണ് കേക്കിക്കാണ് കേട്ടോ. വെള്ളം കഴിഞ്ഞിരിക്കണം. അപ്പോൾ ആ വെള്ളം നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ, കുടിവെള്ളം. അപ്പോൾ വല്ലാതെ ബേജാറില്ലാത്തത് ആ വെള്ളം അതിൽ നിറച്ച് വെക്കണോണ്ടാവും. മേലത്തെ ഇപ്പം നിങ്ങൾക്ക് അറിയില്ലേ, അത് വേഗം കുട്ടികളൊക്കെ നമുക്ക് കുളിപ്പിച്ചാലും ഒക്കെ ആകുമ്പോഴേ പാത്രം പോറലൊക്കെ ആകുമ്പോൾ വേഗം ഇങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിൽ വെള്ളം സ്റ്റോക്കാക്കിയ സമാധാനം. ഇപ്പം മഴയുണ്ടല്ലോ. അപ്പോൾ ഇറത്തൊക്കെ കുടുക്ക കൊണ്ടേക്കും. നമുക്ക് ബാത്റൂമൊക്കെ ആ വെള്ളം മതിയല്ലോ എന്ന് കരുതിക്കാണ്ടേ. അപ്പോൾ തുടക്കാനും ഒക്കെ നമുക്ക് ആ വെള്ളം മതിയല്ലോ. അപ്പോൾ അതാക്കണ് ബൗസാക്കിക്കാണ്ട് വെച്ചിക്കണം കേട്ടോ. ചുമ്മാക്ക് ഓരോ പരിപാടിയാണ് കേട്ടോ. സ്കൂൾക്ക് എന്തോ മാങ്ങ ഉണ്ടാക്കി കൊണ്ടുവരണമെന്നോ ചക്ക ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോഴേ അത് ഉണ്ടാക്കുകയാണ്. പേപ്പർ കടലാസ് കൊണ്ട് ഇട്ടോലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ബൺ മെറ്റീരിയൽസൊക്കെ അങ്ങനെ ഇട്ടുക്കുക മക്കളെ.
ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഒന്നിനും ഒഴിവില്ല. നേരം വെളുത്താൽ പരക്കം പാച്ചിൽ തന്നെ പണി നിങ്ങൾക്ക് അറിയില്ല. പിന്നെ ഇപ്പോൾ 2-3 മണിയാകുമ്പോൾ ഉമ്മാനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 6 മണി വരെയൊക്കെ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോരല് കേട്ടോ. അപ്പോൾ അതാക്കണം നമ്മളെ തേങ്ങാച്ചോറ് സെറ്റാക്കിയിട്ടുണ്ട്. ഉള്ളിയും അതേപോലെ തേങ്ങയൊക്കെ നല്ലോണം ഇട്ടിട്ടുണ്ട്. അവസാനം അത് ഇളക്കച്ചോറ് പോലെ അയക്കണം കേട്ടോ. ഉമ്മ അറിയുന്നുണ്ട് നല്ല രസമുണ്ടല്ലോ തിന്നാൻ, ഇളക്കച്ചോറ് അയക്കണ് അറിയുന്നുണ്ട്. അപ്പോൾ ഇളക്കച്ചോറ് എന്ന് ചിലവർക്ക് മനസ്സിലാവില്ല, നമ്മളെ മലപ്പുറത്തൊക്കെ നല്ലോണം മനസ്സിലാവും കേട്ടോ. അത് ഇത്തിരി വെള്ളം പോലെ നിൽക്കും, അതേപോലെ കുറച്ച് തേങ്ങയും കൂടുതലായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിലവർ തേങ്ങാപ്പാലൊക്കെ പോരും കേട്ടോ. ഞാൻ തേങ്ങാപ്പാലൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുമ്പോൾ നേരം വെളുക്കുമ്പോഴേ ഇളക്കച്ചോറൊക്കെ വെക്കും കേട്ടോ. അന്ന് തൂമിച്ചോറ്, ഇളക്കച്ചോറ്, ഓട്ടട അതൊക്കെ ആയിരുന്നു എന്നും നേരം വെളുത്താൽ. അന്നത്തെ കഥ അങ്ങനെയാണ്. തലേന്നത്തെ ചോറുണ്ടാവുമല്ലോ ബാക്കി, അത് ഉമ്മ അങ്ങോട്ടേ നന്നായിട്ട് വെള്ളം പാർന്ന് വെക്കും. അന്നൊന്നും ഫ്രിഡ്ജും കുടിച്ചൊന്നും ഇല്ല കേട്ടോ. വെള്ളം പാർന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്താൽ അതിന് നല്ലോണം കേക്ക് നന്നാക്കി ഊറ്റിക്കാണ്ട് ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട് നമ്മൾ തൂമിച്ചോറുണ്ടാക്കും. ഉള്ളിച്ചോറ് എന്നൊക്കെ പറയും. അത് ഇത്തിരി നെയ്യൊക്കെ ഒറ്റിച്ച് കാണ്ടാണ് ഉണ്ടാക്കിയാൽ അതന്നെ അതിക്ക് കട്ടൻ ചായയും അതൊക്കെ ആയിരിക്കും രാവിലെ ചായക്കടി കേട്ടോ. അല്ലെങ്കിൽ ഇളക്കച്ചോറ് ഉണ്ടാക്കിയാൽ നല്ല രസമാണ്. അന്നൊക്കെ റേഷൻ പീടിയിൽ നിന്ന് കിട്ടൂല കേട്ടോ. നമ്മളെ നെല്ലുത്തരി പീടിയിൽ നിന്ന് വാങ്ങണം. VIP ആൾ ഉപയോഗിക്കണമാണ് നെല്ലുത്തരി അറിഞ്ഞുകാണ്ട്. അതൊക്കെ ഇട്ടുകാണ്ട് നന്നായിട്ട് ഇളക്കച്ചോറൊക്കെ ഉണ്ടാക്കിക്കാണ്ട് അമ്മ തീറ്റ. ഇന്നിപ്പോൾ അതാ റേഷൻ പീടിയിൽ നെല്ലുത്തേരി ഉണ്ട്. അത് കൊടുന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വേണ്ട, കുട്ടികൾക്കും വേണ്ട. അവൾക്കൊക്കെ എളുപ്പം വേവണ അരി വേണം. ഇവിടെ നെല്ലുത്തേരി കൊടുന്നാലും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ നല്ലോണം വേവിച്ചലാണ്. എന്നാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഓൾക്ക് പറ്റൂല. ഓൾക്ക് എളുപ്പം വേവുമല്ലോ നമ്മളെ റേഷൻ പീടിയിലെ അരി. അതാണ് ഭയങ്കര തീർപ്പതി കേട്ടോ. പിന്നെ എന്താ അരച്ചി ഇതാക്കണം അയക്കണം കേട്ടോ. അരച്ചി സെറ്റപ്പായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറയുന്നുണ്ട് കാക്കു ഒന്നും കൂടി പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക പാത്തു അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മൾ 2 ദിവസം കൂടിയാണ് കഴിച്ചിട്ട് എന്നിട്ട് നോക്കാമെന്ന് പറയുന്നുണ്ട്. 2 നേരം നമ്മളെ കിയാർ നെല്ലിയൊക്കെ പാലരച്ച് കാണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞാൽ കേൾക്കൂല. ഒന്നാമത് അതന്നെയാണ് മക്കളെ. കുട്ടികളായാലും വലിയോലായാലും പറഞ്ഞാൽ കേൾക്കണ്ടേ. കുറച്ചൊക്കെ നമ്മളെ ആരോഗ്യം നമ്മൾ നോക്കണം അല്ലേ. അതുകൊണ്ട് തന്നെ ആയിരുന്നു കേട്ടോ ഒത്തിരി കൂടിയത്. എന്തായാലും ഇപ്പം നല്ല പഥ്യത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ റെഡിയായി വന്നിക്കണം കേട്ടോ. അപ്പം ഞാൻ നാളെ മറ്റന്നാളെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ റെഡിയാവും. അപ്പോൾ അതാക്കണ് നമ്മളെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇളക്കച്ചോറ് നല്ല രസമുണ്ട്. ഇച്ചാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ തുടങ്ങിയാണ് പൈസൽ കേട്ടോ. രാവിലെ അപ്പം ചുട്ട പാലപ്പം ചുട്ടാണ് പൊന്നാര മക്കളെ. കുട്ടികൾ പാലപ്പം പറഞ്ഞപ്പോഴേ ഒരു തുള്ളി പൊടി മാങ്ങി കൊടുന്ന കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കാണ്ട് ചുടലുണ്ട്. അത് നല്ലോണം നന്നാലുണ്ട്. അത് നമ്മൾ രാവിലെ പച്ചരി കുതിർത്താൻ വെച്ചുകാണ്ട് വൈകുന്നേരം നമ്മൾ നന്നായിട്ട് തേങ്ങയും അതേപോലെ തേങ്ങൻ്റെ വെള്ളവും ലേശം പഞ്ചാര 2 സ്പൂൺ പഞ്ചാരയൊക്കെ ഇട്ട് നന്നായിട്ടുണ്ട് അടിച്ചിങ്ങോട്ട് സൂപ്പറാക്കി വെച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ പതാ പൊന്തും. അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. തേങ്ങൻ്റെ വെള്ളമൊക്കെ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് വരലുണ്ട്. 2 സ്പൂൺ പഞ്ചാരയും അപ്പം സോഡയൊന്നും ഇടലില്ല. മാണെങ്കിയൊക്കെ ഇടാം, ചിലവിലിടും. പക്ഷെ എൻ്റെ ഒന്ന് അരച്ച് പൊന്തലുണ്ട് കേട്ടോ. അങ്ങനെ ബൗസാലുണ്ട്. അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായി പാലപ്പം പറയണം. ഇച്ചാണെങ്കിൽ ഒരു ഒഴിവും കിട്ടലില്ല കേട്ടോ. അത് രാവിലെ വെച്ച് വൈകുന്നേരം അരച്ച് റെഡിയാക്കിക്കാണ്ടൊക്കെ വെക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ ദോശ ഉണ്ടാക്കാനും കൂടി ഒഴിവില്ല. നേരം വെളുക്കുമ്പോഴാണ് ഞാനിത് നേരം വെളുത്താൽ ചായക്കടി. നേരം വെളുത്താൽ ഒരു ചായക്കടി നമുക്കൊരു പണി തന്നെയല്ലേ. ചായക്കടി എഴുതിക്കാണ്ട് അന്തം വിട്ട് നിൽക്കും. അതേപോലെ ഉച്ചക്കത്തും അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണ്ടേ. അപ്പോൾ അതിനിപ്പോൾ മീനും വാങ്ങായിട്ട് മക്കളെ മീനും വാങ്ങലില്ല. ഈ ഇറച്ചി തന്നെ ഒന്നും കഴിഞ്ഞിട്ടെങ്കിൽ എഴുതി ദുആ ചെയ്യാം ഞാൻ കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ അവിടെ തന്നെ ഇരുന്ന് കാണ്ട് തിന്ന്. അപ്പോൾ ഇച്ചിട്ട് വെച്ച കജും കാലും വറക്കുക. അപ്പോൾ രാവിലെ പാലപ്പട്ടാക്കിയ കഥയാണ് പറഞ്ഞത്. അപ്പം ഒരു പാക്ക് പാലപ്പം കൊടുന്നിരുന്നു നമ്മൾ റിതു കേട്ടോ. പിന്നെ ഈ ഇറച്ചിൻ്റെ നീരും ഉണ്ടല്ലോ, അപ്പം അതും കൂട്ടി തിന്നാന്ന് കരുതികാണ്ട് രാവിലെ ഓല് പറഞ്ഞ പോലെ ആ പേപ്പർമ കണ്ടുകാണ്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തുകാണ്ടൊക്കെ 1 മണിക്കൂറൊക്കെ വെച്ച്. എവിടെ എണ്ണിയാളേന്ന് ഒരേം പൊതിയൊന്നും പൊന്തിയവുമില്ല. അപ്പാണെങ്കിൽ നന്നായതുമില്ല. അപ്പം സോഡ ഇട്ടപ്പോൾ അത് അയിലാറെ കഥയായി, മഞ്ഞപ്പായി. ഏതായാലും കുട്ടികളും വേണം വേണ്ടി എഴുതി തിന്നിട്ടേ. പിന്നെ പൈച്ചപ്പം ഞാൻ അങ്ങനെ തിന്നിക്കാട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയാണ്ട് പരക്കം പാഞ്ഞ് ഉമ്മാനും കൊണ്ട് പോന്നിക്കുക ഫിസിയോതെറാപ്പിക്ക് കേട്ടോ. അപ്പോൾ എവിടെ ഫിസിയോതെറാപ്പി, എന്താ മട്ടം, എങ്ങനെ മാറ്റമുണ്ടോ അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരും കേട്ടോ. അപ്പം എല്ലാ ഒഴിവിനനുസരിച്ച് ഞാനും എൻ്റെ ഒരു ഇത്തിരി നേരം എൻ്റെ അമ്മാക്കും വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ ഉള്ളൂ കാര്യം മക്കളെ. ഭൂമിയിൽ ജീവിച്ചിരിക്കും കാലം നമുക്ക് സന്തോഷത്തോടു കൂടി നോക്കാം. പിന്നെന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം.